നമസ്കാരം. തമിഴ്നാട് ബി.ജെ.പിയിൽ വൻ രാഷ്ട്രീയ ഭൂകമ്പത്തിന് സാധ്യതയെന്ന സൂചനകൾ ശക്തമാകുന്നതിനിടയിൽ പാർട്ടി അധ്യക്ഷൻ കെ അണ്ണാമലൈ പങ്കുവച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് രാജ്യവ്യാപകമായി കനത്ത ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ബി.ജെ.പി വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ തന്റെ ജന്മദിനാശംസകൾ നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച വാക്കുകളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. നാളെ അദ്ദേഹം തന്റെ നിർണായകമായ രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. തന്റെ ഔദ്യോഗിക നന്ദി പ്രകാശന കുറിപ്പിൽ എവിടെയും ബി.ജെ.പി എന്ന പാർട്ടിയെക്കുറിച്ചോ അതിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചോ അണ്ണാമലൈ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതാണ് അദ്ദേഹം പാർട്ടി വിടുകയാണെന്ന വാർത്തകൾക്ക് കൂടുതൽ ബലം നൽകുന്നത്. തന്റെ ജന്മദിനം സവിശേഷമാക്കിയ എല്ലാ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുതിർന്നവർക്കും അണ്ണാമലൈ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ജനങ്ങൾ തനിക്ക് നൽകിയ അളവറ്റ സ്നേഹവും പിന്തുണയും സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും ശോഭനമായ ഭാവിക്കുമായി കൂടുതൽ സമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ തനിക്ക് പ്രചോദനവും ആവേശവും നൽകുന്നതായി അണ്ണാമലൈ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരടങ്ങുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സുരക്ഷിതത്വത്തിനും സമൃദ്ധിക്കുമായി മുന്നോട്ടു പോകാനാണ് ഈ ജനകീയ ഊർജം പൂർണ്ണമായി വിനിയോഗിക്കുകയെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചു. ജനങ്ങൾ തന്നിൽ അർപ്പിച്ച ഈ സ്നേഹത്തിനും വിശ്വാസത്തിനും മുന്നിൽ താൻ എന്നും കടപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി രാഷ്ട്രീയത്തെക്കുറിച്ചോ ബി.ജെ.പിയെക്കുറിച്ചോ പൂർണ്ണമായി മൗനം പാലിച്ചുകൊണ്ടുള്ള ഈ വൈകാരിക കുറിപ്പ് അണ്ണാമലൈ നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുള്ള ആകാംക്ഷ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങൾ പ്രവചനാതീതമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ. ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി അണ്ണാമലൈ അത്ര നല്ല രസത്തിലല്ലെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. നിർണായകമായ ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലും കാണാൻ നിൽക്കാതെ അണ്ണാമലൈ ദില്ലിയിൽ നിന്നും മടങ്ങുമെന്ന വിവരങ്ങളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ണാമലൈയുടെ ഈ അപ്രതീക്ഷിത മൗനവും നാളത്തെ പ്രഖ്യാപനവും തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട് ബി.ജെ.പിയിൽ അണ്ണാമലൈയുടെ നിലപാടുകൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് മുന്നോടിയാണെന്ന സൂചനകൾ എന്തായാലും ഈ സംഭവവികാസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. തന്റെ ജന്മദിന സന്ദേശത്തിൽ പാർട്ടിയെക്കുറിച്ചോ കേന്ദ്ര നേതൃത്വത്തെക്കുറിച്ചോ പൂർണ്ണമായും മൗനം പാലിച്ചതും പ്രധാനമന്ത്രിയെപ്പോലും കാണാതെ ഡൽഹിയിൽ നിന്നും മടങ്ങുന്നു എന്ന വാർത്തകളും അദ്ദേഹം ബി.ജെ.പി വിടുകയാണെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം അമിത്ഷായെ കണ്ടിരുന്നു. അണ്ണാമലയെ പാർട്ടിയിൽ തുടരാൻ വേണ്ടി നിരവധി ഓഫറുകൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. രാജ്യസഭ സീറ്റടക്കം കേന്ദ്രമന്ത്രി പദമടക്കമുള്ള നിരവധി ഓഫറുകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും അണ്ണാമലയെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അണ്ണാമലൈ രാജിക്കത്ത് കൊടുത്തിരുന്നു. പാർട്ടി ഇതുവരെയും അത് സ്വീകരിച്ചിട്ടില്ല. എന്തായാലും വ്യക്തിപരമായ ജനപിന്തുണയിലും ജനക്ഷേമത്തിലും മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ബി.ജെ.പിക്ക് അതീതമായ ഒരു രാഷ്ട്രീയ പാത അദ്ദേഹം തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് നമുക്ക് പറയാം. അണ്ണാമലൈ നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന നിർണായക തീരുമാനം തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ ഭാവിക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കുമെന്നതിൽ സംശയമില്ല. സംസ്ഥാനത്ത് പാർട്ടിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു നേതാവിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ വളർച്ചാ സാധ്യതകളെ പ്രതികൂലമായും ബാധിച്ചേക്കാം.